ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളെ രഞ്ജിത്ത് കോളേജ് ഗുരു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. രാജ്യത്തെ ഏറ്റവും മികച്ച എൻജിനീയറിംഗ് സ്ഥാപനം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച എൻജിനീയറിങ്ങിനൊക്കെയുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം IITകളാണ് അല്ലേ. അതിനകത്ത് ഏറ്റവും മികച്ച ഏറ്റവും ടഫസ്റ്റായിട്ട് ഈ എക്സാം എഴുതുന്ന ആളുകൾക്ക് മാത്രമാണ് അതിലേക്ക് പ്രവേശനം കിട്ടുക അല്ലേ. അപ്പോൾ അതിനകത്ത് അതേപോലെ ഒരുപക്ഷെ അതിനെക്കാട്ടിയും അവസരങ്ങളുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് അല്ലേ. യൂണിവേഴ്സിറ്റികളിൽ നോക്കുമ്പോഴേ പ്രൈവറ്റ് മേഖലയിലുള്ള ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള 1ാം നമ്പർ സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി മറ്റേതുമല്ല, നമ്മുടെ നാട്ടിലെ ആളുകൾ തുടങ്ങി വെച്ച അമൃത യൂണിവേഴ്സിറ്റിയാണ്. അമൃത യൂണിവേഴ്സിറ്റിയുടെ എൻജിനീയറിംഗ് പ്രോഗ്രാംസിൻ്റെ അതിന് ഒരു പ്രത്യേക എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിനെ പറ്റിയും അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും കാണുക. ടയർ 1 കോളേജായിട്ടുള്ള അമൃത യൂണിവേഴ്സിറ്റിക്ക് 6 ക്യാമ്പസാണ് എൻജിനീയറിങ്ങിനായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസ് മറ്റേതുമല്ല, കോയമ്പത്തൂരിലുള്ള യൂണിവേഴ്സിറ്റി അവരുടെ യൂണിവേഴ്സിറ്റി ഹെഡ് ക്വാർട്ടേഴ്സായിട്ടുള്ള എട്ടിമടയിലുള്ള ക്യാമ്പസാണ്. അതിനുശേഷം നമുക്കിവിടെ അമൃതപുരിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, അതുപോലെ ആന്ധ്രാപ്രദേശിലുണ്ട്, ചെന്നൈയിലുണ്ട്, അതുപോലെ ഇപ്പോൾ നാഗർകോവിലിൽ പുതിയ ക്യാമ്പസ് വരുന്നുണ്ട്. കൂടുതലും IT ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് അമൃതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിനൻസ് പദവിയുള്ള സ്ഥാപനമാണ് അമൃത യൂണിവേഴ്സിറ്റി. വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികൾക്കും IIT പോലുള്ള പ്രീമിയം സ്ഥാപനങ്ങൾക്കും മാത്രമാണ് ഈ ഒരു പദവിയുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ പദവി ഉള്ളതുകൊണ്ടും NIRF ഏറ്റവും മികച്ച റാങ്കിങ് ഉള്ളതുകൊണ്ട് തന്നെ നിരവധി പ്രോഗ്രാംസിൽ ABC അടക്കമുള്ള നിരവധി പ്രോഗ്രാംസ് അമൃത യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുതിയൊരു സംവിധാനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനേഴ്സ്, ഇപ്പോൾ നിങ്ങളിപ്പം പഠിക്കുന്ന കൂട്ടത്തിൽ മൈനേഴ്സ് പ്രോഗ്രാമും കൂടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വൈവിധ്യമാർന്ന നിരവധി കോഴ്സുകളുണ്ട്. ഏറ്റവും മികച്ച പ്ലേസ്മെൻറ്റാണ് അമൃതയിൽ ഉണ്ടാവുക. കാരണം നമുക്കറിയാം ടയർ 1 കോളേജിൽ എപ്പോഴും തന്നെ ഏറ്റവും മികച്ച കമ്പനികൾ വരികയും അവിടെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പാക്കേജുകളിൽ പ്രവേശനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വഴിയില്ല, വേറെ എൻട്രൻസ് ഉണ്ട്. ഇതിനകത്ത് 100 സീറ്റാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിനും 70% സീറ്റും അമൃത യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് വഴിയാണ്. ബാക്കി 30% സീറ്റുകൾ അത് JEE മെയിൻസ് വഴിയാണ്. അപ്പോൾ ഇവരുടെ കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉള്ള JEE മെയിൻസിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഇതിനകത്ത് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ JEE മെയിൻസും നിങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ തന്നെ അമൃതയുടെ എൻട്രൻസ് അത് നിർബന്ധമായിട്ട് എഴുതുക. അപ്പോൾ ഇത് രണ്ടിനും കൂടെ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ 1200 രൂപയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഫീസ് വരുന്നത്. ഇനി JEE മെയിൻസ് വഴി മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 500 രൂപയാണ് വരുന്നത്. ഇനി അതല്ല, അമൃതയുടെ തന്നെ 2 എക്സാം ഉണ്ട്. ഇപ്പം ഈ വരുന്ന ജനുവരി 16 ടെൻറ്റേറ്റീവ് ആണ് ഡേറ്റ്. അതിനകത്ത് വരുന്നത് മാത്രമാണ് എഴുതുന്നത് 1200. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡും കൂടെ എഴുതിയിട്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ 600 രൂപയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും എഴുതാം, 2 എക്സാമും എഴുതാം. CBT മോഡലാണ്. അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവരുടെ സെൻറ്ററിൽ അവർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 സെൻറ്ററുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ചൂസ് ചെയ്യാം. ഏതാണ്ട് 150-ൽ പരം സെൻറ്ററുകളുണ്ട്. വിദേശത്ത് ദുബായിലും സെൻറ്ററുണ്ട്. അപ്പോൾ അത് അവിടെ പോയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ശരി ഉത്തരത്തിന് 3 മാർക്കും, തെറ്റായിട്ടുള്ള ഉത്തരം രേഖപ്പെടുത്തിയാൽ നെഗറ്റീവ് മാർക്കുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അതിനകത്ത് വിവിധ തരം സ്ലാബുകളുണ്ട്. 1 ലക്ഷം രൂപ മുതലാണ് അതിൻ്റെ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും മികച്ച റാങ്കുള്ള ആ അമൃത യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിലെ ഏറ്റവും മികച്ച റാങ്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറഞ്ഞ ഫീസിൽ തന്നെ കിട്ടും. അതേപോലെ തന്നെ ഇതിനങ്ങോട്ട് തുടങ്ങി മുകളിലേക്ക് ഫീസ് വരുന്നുണ്ട്. ഇനി അല്പം നിങ്ങളുടെ പെർഫോമൻസ് കുറഞ്ഞു, അതായത് എൻട്രൻസ് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പഠിക്കണം, കുറച്ച് ഫൈനാൻഷ്യൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ് എങ്കിൽ ഇവിടെ മാനേജ്മെൻറ്റ് കോട്ട പോലെയുള്ള നോൺ സ്കോളർഷിപ്പ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിലുള്ള സീറ്റുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസിനും കോളേജിനെ സമീപിക്കാം. ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏജൻസിയോടോ മറ്റു ഡൊണേഷനോ മറ്റു പാർട്ടികളോ ഇല്ല. ഇതിന് പ്രോപ്പർ ഗൈഡൻസ് മാത്രം മതി എന്നുള്ളതാണ്. ഓക്കെ, എല്ലാം പൂർണ്ണമായിട്ട് ഓൺലൈനാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഹസിൽ ഫ്രീ ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ട് തന്നെ അഡ്മിഷൻ ലഭിക്കാനുള്ള എല്ലാ അവസരമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഉടൻ തന്നെ കോളേജ് ഗുരുവായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പഠിക്കാനുള്ള ആദ്യഘട്ടത്തിൻ്റെ അവസാന സമയം എന്ന് പറയുന്നത് ജനുവരി 2 ആണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് +2, +1, +2ൻ്റെതാണ്. അതിൻ്റെ സിലബസിൻ്റെ വിശദമായിട്ടുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മറ്റെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോളേജ് ഗുരുവായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് കോളേജ് ഗുരു നൽകുന്നത്. ഏറ്റവും മികച്ച സർവീസ് അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ, ഓർമ്മപ്പെടുത്തലുകൾ, നോട്ടിഫിക്കേഷൻ എല്ലാം യഥാസമയം വരും. സോ വിഷ് യു ആൾ ദി ബെസ്റ്റ്. സീ യു.